സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർസ് ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024-25 കാർഷിക വിപണന സീസണിനായി പുറത്തിറക്കിയ തേർഡ് അഡ്വാൻസ് എസ്റ്റിമേറ്റ് പ്രകാരം ഇന്ത്യയിലെ ആകെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം എത്രയാണ്? 3539.59 LMT. ഇന്ത്യൻ ബഹിരാകാശ സാഹചര്യ വിലയിരുത്തൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏത്? ISRO. 2025 മേയിൽ ആരംഭിച്ച വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ പ്രധാനമായും വരാനിരിക്കുന്ന ഏത് കാർഷിക സീസണിലേക്ക് കർഷകരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്നു? ഖാരിഫ്. പുകയിലയുടെ ദോഷകരമായ ഫലങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ലോക പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? മെയ് 31. 2025 മംഗോളിയയിലെ ഉലാൻ ബാത്തറിൽ ആരംഭിച്ചത് ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനികാഭ്യാസമായ നൊമാഡിക് എലിഫന്റിന്റെ ഏത് പതിപ്പാണ്? 17ാമത് പതിപ്പ്. മെക്കോങ് ഗംഗ സഹകരണ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കായി നടത്തുന്ന ബോധിയാത്ര 2025 ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കുന്നത്? തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം, മ്യാൻമാർ. ഡ്രാ അബു എൽ നാഗ നെഗ്രോപോളിസിൽ 3000 വർഷം പഴക്കമുള്ള ശവകുടീരങ്ങൾ അടുത്തിടെ കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? ഈജിപ്റ്റ്. ബാറ്ററി ഉച്ചകോടി 2025 സംഘടിപ്പിക്കുന്നതിന് WRI ഇന്ത്യ, UNEP ആൻഡ് ബാറ്ററി 360 അലയൻസ് എന്നിവയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട സർക്കാർ സ്ഥാപനം ഏത്? നീതി ആയോഗ്. നബിനഗർ സൂപ്പർ തെർമൽ പവർ പ്രോജക്റ്റിന്റെ 2ാം ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയാണ് തറക്കല്ലിട്ടത്? ബീഹാർ. ഉല്ലാസ് ന്യൂ ഇന്ത്യ സാക്ഷരതാ പരിപാടി പ്രകാരം 2025 മേയിൽ കേന്ദ്ര സർക്കാർ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് പൂർണ്ണ സാക്ഷരത നേടിയതായി പ്രഖ്യാപിച്ചത്? ഗോവ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.